കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രത്തെ അടച്ചുപൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് SDP ഹത്വ പോലീസും നഗരസഭയും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് തികഞ്ഞ എന്നു പറയാൻ ദാർഢ്യമാണ്. ഒന്നുകിൽ SDP നഗരസഭാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഇതുവഴി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭക്തജനങ്ങളോടും ക്ഷേത്രങ്ങളോടും സർക്കാർ ചെയ്യുന്ന അനീതികൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ആറാലുമൂട്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്രത്തോട് സർക്കാർ കാണിച്ച ഒരു അനീതിയാണ് വീണ്ടും പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിൽ ചർച്ചയ്ക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും കാരണമാവുക തന്നെയാണ് ഈ ഒരു വിഷയം. SDP ആണ് ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ശിവക്ഷേത്രം പെട്ടെന്ന് പൂജകൾ നടക്കുന്ന ഒരു സമയത്ത് തന്നെ വന്ന് ഗേറ്റ് സ്ഥാപിച്ച് പൂട്ടി പോവുകയായിരുന്നു. കുറെ ദിവസങ്ങളായി അവിടെ പൂജകൾ നടക്കുന്നില്ല എന്നാണ് നാട്ടുകാരെല്ലാം പറഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തെ കുറിച്ച് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ എത്തുന്നത് അഡ്വക്കേറ്റ് RS രാജീവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ആറാലുമൂട് ശിവക്ഷേത്രത്തോട് SDP ചെയ്ത കൊടും ക്രൂരതയെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് RS രാജീവ് സാറാണ്. സാർ, നമുക്ക് നന്നായിട്ട് അറിയാം, പല അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടും സർക്കാരും അതുപോലെ തന്നെ SDP-കാരും ചെയ്യുന്ന പല തോന്നിവാസവും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം തന്നെയാണ് വീണ്ടും നടന്നിരിക്കുന്നത്. പൂജ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രത്തിൽ ഗേറ്റ് അടച്ച് പൂട്ടിയിട്ട് പോകുന്ന ഒരു അവസ്ഥ, അവിടെ ഭക്തജനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്താണ് സാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? കേരളത്തിനകത്ത് ഭരണ സംവിധാനത്തിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ശക്തി ആർജിച്ചു വരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് യഥാർത്ഥത്തിൽ ആറാലുമൂട് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് SDP ആൾക്കാർ ഹത്വ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ മലപ്പുറത്ത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വീരനാട്യം എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തെയും അതേപോലെ തന്നെ രാമായണത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. അപ്പം ബോധപൂർവം കേരളത്തിനകത്ത് മത തീവ്രവാദ ശക്തികൾ കുട്ടികളെ വച്ചു തന്നെ നിരവധിയായിട്ടുള്ള ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആറാലുമൂടുള്ള ശിവക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ കേൾക്കട്ടെ, അവിടെ കഴിഞ്ഞ 80 വർഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള രാമനാഥൻ നായർ കൊടുത്തിട്ടുള്ള 70 സെന്റ് വസ്തുവാണ്. ആ വസ്തുവിൽ അന്നേ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഗരികാവുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അതിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരു 10-35ഓളം വരുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ എല്ലാ തിരുവാതിരയ്ക്കും അന്നദാനവും മറ്റു കാര്യങ്ങളും ഉണ്ട് ആ ക്ഷേത്രത്തിൽ. ആ തിരുവാതിര നടക്കുന്ന സമയത്ത് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതും വിളമ്പൽ പോലും നടത്തുന്നത് ആ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരാണ്. അവരെല്ലാം തന്നെ വളരെ സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടു കൂടിയാണ് ആ ക്ഷേത്രവും ആ നാട്ടുകാരും എല്ലാം പോകുന്നത്. അവിടെയാണ് തുച്ഛമായിട്ടുള്ള, അതായത് വഴിമുക്ക് ആറാലുമൂട് എന്ന പ്രദേശത്തുള്ള SDP-ക്കാർ അവിടെ ഈ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊട്ട് മുമ്പ് കുറെ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വിഷയമുണ്ട്. ഗോവൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു വിഷയം അവിടെ നടന്നു. ആ വിഷയവും ഇതേ വാർഡിനകത്താണ്. ഈ വാർഡിനകത്ത് ഇതേ ആൾക്കാരാണ് അന്ന് വിഷയമുണ്ടാക്കിയതും കളിയാക്കി ചിരിച്ചതും അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ഹിന്ദുത്വത്തെ അവഹേളിക്കാൻ ശ്രമിച്ചതും പോലീസിൽ പരാതി നടന്നതിലും പോസ്റ്റ്മോർട്ടം നടത്തിയതെല്ലാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായി? പോസ്റ്റ്മോർട്ടത്തിൽ എന്താ വന്നത്? സാധാരണ മരണം എന്നുള്ളതാണ് വന്നത്. അപ്പൊ അതേ വ്യക്തികൾ തന്നെ അതേ വാർഡിനകത്ത് വീണ്ടും ഒരു വിഷയം കൊണ്ടുവരുന്നു. അവിടെ CPM-ഉം കോൺഗ്രസും എന്ന് പറയുന്നത് കേവലം തുച്ഛമായിട്ടുള്ള വോട്ടിന് വേണ്ടി ഇവർക്കൊപ്പം നിൽക്കുകയാണ്. ഒരു നഗരസഭയിൽ ചെന്ന് 4 SDP-ക്കാർ കൊണ്ടുവന്ന് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ അപ്പോഴും തന്നെ വന്ന് അത് പൂട്ടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പുറമ്പോക്കിൽ കിടക്കുന്ന സ്ഥാപനങ്ങൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി കീഴിൽ നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരവിടെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാകും. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ, കേരളത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇത് SDP ആണോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്? അത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറയേണ്ടത്. കാരണം ഒരു 4 വ്യക്തികൾ ചെന്ന് സെക്രട്ടറിയെ കാണുമ്പോൾ സെക്രട്ടറി ഉത്തരവ് കൊടുക്കേണ്ടത് കൂട്ടാൻ പറ്റും, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം. അവിടെ ഇനി ഒന്നും ചെയ്യണ്ട, പോലീസിനെ വിളിക്കുന്നു, അതിനകത്ത് ആരെയും കെട്ടണ്ട. കാലങ്ങൾ 8 പതിറ്റാണ്ടുകളായി പൂജയും ആചാരങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രത്തെ എന്തെന്ന് പറയാൻ നിഷ്ദാരുണ്യം ചെന്ന് നിന്ന് അതിനെ പൂട്ടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. ഇവിടെ ഈ സർക്കാർ സത്യത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പൂർണ്ണമായിട്ടും ഹിന്ദു വിരുദ്ധതയാണ് കാണിക്കുന്നത്. അതിന് അവർ SDP പോലെയുള്ള മത തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് മതസാഹോദര്യത്തോടു കൂടി കഴിയുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും
ജനങ്ങളെയൊക്കെ തമ്മിൽ തെറ്റിക്കുവാനുള്ള മത തീവ്രവാദികളുടെ ശക്തി, അവരുടെ ഒരു എന്തെന്ന് പറയാൻ ഒരു മതത്തിന്റെ പേരിലുള്ള ആക്രമണം, ആ ആക്രമണത്തിന് കുട നിൽക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന് ആരെ കൊല്ലണവനായിരുന്നാലും വേണ്ടൂല, ഏത് തീവ്രവാദിയായിരുന്നാലും വേണ്ടൂല, ഞങ്ങൾക്ക് വോട്ട് മതി എന്നുള്ള സമീപനമാണ് കേരളത്തിലെ ഭരണപക്ഷം സ്വീകരിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസും ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് വോട്ട് മതി, അവരെന്തോ ചെയ്യട്ടെ, ഞങ്ങൾക്ക് അധികാരം മതി എന്നുള്ള സമീപനത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ശരിക്കും ഈ നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് തികഞ്ഞും അധാർമികമാണ്. അത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്, വിശ്വാസികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ആ പ്രദേശത്ത് സൗഹൃദത്തോടുകൂടി താമസിക്കുന്ന ആൾക്കാർ, ആ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതിനെ സത്യത്തിൽ നിയമപരമായി നേരിടേണ്ട സർക്കാരും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും നെയ്യാറ്റിൻകരയിലെ പോലീസും നേരെ തിരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രത്തെ അടച്ചുപൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് SDPIയുടെ ഹത്വ പോലീസും നഗരസഭയും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് തികഞ്ഞ എന്നു പറയാൻ ധാർഷ്ട്യമാണ്. ഒന്നുകിൽ SDPI നഗരസഭാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഇതുവഴി മുന്നോട്ട് വന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൽ നമ്മൾ നിരോധിച്ചു കഴിഞ്ഞു, അതിനെതിരെ വലിയ രീതിയിലുള്ള കർശന നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷെ ഇപ്പോഴും അവർ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയല്ലേ നമുക്ക്? തീർച്ചയായിട്ടും SDPI എന്ന് പറയുന്നതിനകത്ത് കുറെ ആൾക്കാരുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ CPM-നകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്. ഇവരൊക്കെ പകൽ CPM-ഉം രാത്രി കാലങ്ങളിൽ എന്താണ് ഈ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ SDPI ഇതുപോലെയാണ്. കുറെ പേർ പരസ്യമായിട്ട് SDPI എന്ന ലേബലിൽ നിൽക്കുന്നു. ഈ സംഘടനയുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്നാണ്. ഇവിടെ സൗഹൃദമായിട്ട് കേരളത്തിനകത്ത് പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇതെന്ന് പറയാൻ മതവൈര്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊക്കെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള കേരള പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം അത് കേരളത്തിലെ കോൺഗ്രസിനുമുണ്ട്, ലീഗിനുണ്ട്, അതോടൊപ്പം തന്നെ CPM-നുണ്ട്. അവർക്ക് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് സത്യത്തിൽ ഈ തെറ്റിനെ തെറ്റെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം കാണിക്കാത്ത വിഭാഗമായിട്ട് ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും മാറിയിരിക്കുന്നു. അതാണ് ഇവർക്ക് ശക്തി പകരുന്നത്, ഇവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലരും അവിലും കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം എല്ലാം ഞെട്ടി നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കാരണം എന്താ? അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും, BJP ഒഴികെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത് തെറ്റെന്ന് പറയാൻ വേണ്ടി തയ്യാറാവില്ല. കാരണം ആ വാർഡിനകത്ത് കുറച്ച് ഈ പറയുന്ന വാർഡിനകത്തുണ്ട് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിക്ക് അവർക്ക് സ്വാധീനമുണ്ട്. അപ്പൊ ആ വോട്ടിന് വേണ്ടിയിട്ടാണ് അവർ വെക്കുന്നത്. അവർ മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം വരുന്ന വിരളിൽ എണ്ണാവുന്ന 4, 5 അല്ലെങ്കിൽ 10 പേര് ചെയ്യുന്ന കുറ്റത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ആ സമുദായത്തിലുള്ള ഒരാളും അതിനെ അംഗീകരിക്കുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മറന്നു പോവുകയാണ്. ആ മറന്നു പോകലാണ് ഇവിടെ അപകടങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോ ശബരിമല, ഗുരുവായൂർ, വെള്ളയാനി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള കൊള്ളകൾ നടന്നു കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴും ചർച്ചയാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ബാസു, അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാള്, അത് കഴിഞ്ഞ് ഇപ്പോ കടകംപള്ളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു ചോദ്യം ചെയ്യും എന്നുള്ള രീതിയിൽ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാത്തത് പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ ആയതുകൊണ്ട് തന്നെയല്ലേ? പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ടും എന്ന് CPM ചിലപ്പം പറയുമായിരിക്കും. പക്ഷേ ശബരിമല അയ്യപ്പനെ ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തികളും ആരാളായിരുന്നാലും അവരെല്ലാം അഴിക്കുള്ളിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഉദാഹരണമാണ് പത്മകുമാർ വരെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമേ ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇത് CBI അന്വേഷിക്കണം. കോടതിയുടെ നിരീക്ഷണത്തിൽ CBI തന്നെ അന്വേഷിക്കണം. കാരണം എന്ന് വെച്ചാൽ പത്മകുമാറും വാസുവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കക്ഷിയും എല്ലാം തന്നെ ഈ പറയുന്ന പിണറായി വിജയനോടൊപ്പം അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഫോട്ടോ സഹിതമുള്ള ബന്ധങ്ങൾ കാണിക്കുന്ന നിരവധിയായിട്ടുള്ള ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് റിയൽ എസ്റ്റേറ്റ് ബന്ധം ആരൊക്കെ തമ്മിലാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ CPM-ന്റെ നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഏതൊക്കെ MLA-മാരുമായിട്ടും ബന്ധമുണ്ട് എന്നൊക്കെ പുറത്തു വരേണ്ടതായിട്ടുള്ള വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഈ സ്വർണം കട്ടുകൊണ്ടുപോയ പൈസ, ആ പൈസയ്ക്ക് അവർ നടത്തിയിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. ആ റിയൽ എസ്റ്റേറ്റിന്റെ അകത്തുള്ള ബന്ധം ആരൊക്കെ തമ്മിലാണെന്നുള്ള പുറത്തു വരണം. മാത്രമല്ല ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അതിന് ബന്ധമുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ചെയ്യില്ല. ആരാണ് പുറത്തു വരുന്ന തെളിവുകൾ അനുസരിച്ചുകൊണ്ട് പത്മകുമാറിന് അത് ചെയ്യാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതാരാണ്? മുകളിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ മുകളിൽ ഇരിക്കുന്ന ആരാണ്?
മുകളിലിരിക്കുന്ന എന്തായാലും ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനും അല്ലാതെ അതിന്റെ മുകളിൽ എന്തായാലും വേറെ ആളില്ലല്ലോ. എന്തായാലും ദേശീയ തലത്തിൽ നോക്കിയാലും എന്തായാലും പിണറായി വിജയൻ തന്നെയാണ് ഒന്ന് പാർട്ടി സെക്രട്ടറിയൊക്കെ രണ്ടാമതേ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുകളിൽ ഇരിക്കുന്ന ആൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത്, പുറത്തു വരേണ്ടതും ഒരു വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം, CBIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം കൊണ്ടുവന്ന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം നിലവിലെ പ്രശാന്ത് ഇപ്പോ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയാരാണ്, അതിലും ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത്. അപ്പൊ നിലവിലെ പ്രസിഡന്റിന് ഉൾപ്പെടെ, നിലവിലെ മന്ത്രിക്കുൾപ്പെടെ ഇതിനകത്ത് ബന്ധമുണ്ട്. വാസവൻ ഉൾപ്പെടെ, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ, പ്രശാന്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും ഇതിനകത്ത് പങ്കുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ്, അവിടുന്ന് മുതലുകൾ കട്ടെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല.